ധർമ്മവും പിന്നെ സ്നേഹവും രണ്ടും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. അതിലേതെങ്കിലും ഒന്ന് ഇല്ലാതാവുകയാണെങ്കിൽ മറ്റൊന്ന് ശേഷിക്കുകയില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അതിനായി നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ധർമ്മം എന്താണെന്ന്. ധർമ്മം അതാണ് ഈ പ്രപഞ്ചത്തിൽ ഓരോ വ്യക്തികൾക്കും മറ്റൊരു വ്യക്തിയുടെ കൂടെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കഴിയാൻ പ്രേരണ നൽകുന്നു. ആ പ്രേരണയുടെ അടിസ്ഥാനമാണ് സ്നേഹമെന്ന് പറയുന്നത്. സ്നേഹം അതാണ്. അത് നിങ്ങളുടെ മനസ്സിൽ മറ്റുള്ള ആൾക്കാരോട് കരുണ ഉളവാക്കുന്നു, പിന്നെ ആദരവും ഉളവാക്കുന്നു, അല്ലേ? അഥവാ ഈ സ്നേഹം ഇല്ലാതാവുകയാണെങ്കിൽ ആദ്യം നാശം സംഭവിക്കുക ആദരവിനും പിന്നെ കരുണയ്ക്കുമായിരിക്കും. പിന്നെ എവിടെയാണോ സ്നേഹമില്ലാത്തത്, കരുണയില്ലാത്തത്, അല്ലെങ്കിൽ ആദരവില്ലാത്തത്, അവിടെ എങ്ങനെയാണ് ധർമ്മം വസിക്കുന്നത്? ഭൗതികമായ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നു, ദേഷ്യവും ഉണ്ടാകുന്നു, പിന്നെ അഹങ്കാരവും ഉണ്ടാകുന്നു, അല്ലേ? അപ്പോഴായിരിക്കും അധർമ്മത്തിന് ആരംഭം സംഭവിക്കുന്നത്. അതുകൊണ്ട് എന്ത് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടായാലും ശരി, അതെല്ലാം നിറവേറ്റിക്കൊള്ളൂ ഏവരും. പക്ഷെ എന്തു തന്നെ സംഭവിച്ചാലും സ്നേഹത്തെ നഷ്ടപ്പെടുത്താൻ ഒരിക്കലും അനുവദിക്കരുത്. സ്നേഹത്തെ എപ്പോഴും നമ്മുടെ അടുത്ത് സൂക്ഷിക്കുക, നമ്മുടെ ഈ ഹൃദയത്തിൽ. എന്നിട്ട് ഏവരും സ്നേഹത്തോടെ പറഞ്ഞാലും രാധേ രാധേ.